മുകേഷ് കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? കോടതിയിൽ മുകേഷിന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ച് എന്തൊക്കെയാണ് കോടതിയിൽ മുകേഷ് തൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, താൻ നിരപരാധിയാണ് ഈ കേസിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്. താൻ നിരപരാധിയാണ്. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക്, പരാതികൾക്ക് പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്. യെസ്, അതായത് താൻ നിരപരാധിയാണ്. ഇതാണ് മുകേഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാദം മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജിയിൽ. മാത്രമല്ല, പരാതിക്കാരിക്ക് ദുരുദ്ദേശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് പരാതിക്കാരി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പരാതിക്കാരി ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നതിൽ അവർക്ക് ദുരുദ്ദേശമുണ്ടെന്നും മുകേഷ് കോടതിയിൽ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്നോ ഇന്നലെയോ നടന്ന സംഭവമല്ല റോഷ്നി. 15 വർഷം മുൻപുള്ള സംഭവത്തിലാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി മുകേഷ് പറയുന്നു. അതായത് ഇത് ഇപ്പോൾ ഇന്നലെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് തലേ ദിവസമോ ഉണ്ടായതല്ല. 15 വർഷം മുമ്പുള്ള ഒരു പരാതിയാണ്, ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതിയുമായി ഇവർ എത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് മെയിലാണ്, ദുരുദ്ദേശം എന്നൊക്കെ തനിക്ക് പറയേണ്ടി വരുന്നത് എന്നുകൂടി മുകേഷ് പറയുന്നുണ്ട്. 2009 മാർച്ച് 7 പരാതിക്കാരി ഇമെയിൽ അയച്ചു എന്നും മുകേഷ് പറയുന്നുണ്ട്. അതായത് ഈ 9 വർഷം മുൻപുള്ളതാണ്. അതായത് 15 വർഷം മുൻപുള്ള സംഭവമാണ്. 2009 പരാതിക്കാരി തനിക്ക് ഇമെയിൽ അയച്ചു എന്നും പറയുന്നു. അതോടൊപ്പം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് അന്ന് ഈ ഇമെയിലും ഒക്കെ ഉണ്ടായിരുന്നത് എന്നുകൂടി കേസിന് ബലം പകരാൻ, തന്റെ വാദം ന്യായീകരിക്കാൻ മുകേഷ് പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അന്ന് ഈ പരാതിക്കാരി തന്നെ നിഷേധിച്ചു എന്നുകൂടി മുകേഷ് പറയുന്നുണ്ട്. അതെ, ഈ പരാതിക്കാരി വർഷങ്ങൾക്ക് മുൻപ് 1 ലക്ഷം രൂപ തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പൈസ ആവശ്യപ്പെട്ടിരുന്നു, അതിനെ തുടർന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് മുകേഷ് പറഞ്ഞിരുന്നു. 1 ലക്ഷം രൂപ പരാതിക്കാരി ആവശ്യപ്പെട്ടു തന്നോട്. അതെ, അതിനുശേഷം ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയെന്ന് പറയുന്നു. ആദ്യം വാട്സാപ്പ് എന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. ലാപ്ടോപ്പ് വഴിയുള്ള വിവരങ്ങൾ നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇന്ന് കോടതിയിൽ മാത്രമല്ല, ആദ്യഘട്ടത്തിൽ മുകേഷ് പൊതുസമൂഹത്തോട് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഈ വിഷയത്തിൽ. അന്നും പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ മുകേഷ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ ആ ദിവസം വരെ മുകേഷിന് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതെ, അതുവരെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ആശ്വാസമാണ് മുകേഷിനുണ്ടാവുക. ഇനി CPIM-ന്റെ നിലപാട് എന്താണെന്ന് നോക്കാം. മുകേഷിന്റെ കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറണം എന്ന് CPIM ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അല്പം മുമ്പ് വരെ നമ്മൾ സംസാരിച്ച വാർത്ത CPI മാറണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. പക്ഷേ CPIM MLA സ്ഥാനത്ത് നിന്ന് മാറേണ്ടതിൽ അതൊരു കീഴ്വഴക്കമായി പോകും എന്നുള്ളതാണ്. അതോടൊപ്പം MLA സ്ഥാനമൊക്കെ രാജിവെച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ CPM-ന് മുന്നിലുള്ള ചോദ്യമായി തന്നെയാണ്. അതോടൊപ്പം ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് രാജിവെച്ചാൽ ഇനി ക്കെതിരെ എന്തൊക്കെ വരും എന്നുള്ളൊരു ഉൾഭയം നേതാക്കൾക്കുണ്ട് എന്നുകൂടി നമ്മൾ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPIM എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പറഞ്ഞതാണ് സായികുമാർ പറഞ്ഞതാണ്, CPI-യുടെ നിലപാട് അത് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാന നേതൃത്വം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നതാണ് CPI-യുടെ. അതാണ് ഇനി വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പോകുന്നത്. CPI എന്നും കുളം കലക്കൽ എന്നൊക്കെ പരസ്യമായി പണ്ട് പറഞ്ഞിട്ടുണ്ട് CPI നേതാക്കളുടെ. ഒരു പ്രതിസന്ധി വരുമ്പോൾ മുന്നണിയിൽ കെട്ടുറപ്പോടെ പ്രവർത്തിക്കാറില്ല CPI എന്നുള്ളതാണ് CPM-ന്റെ താഴെത്തട്ട് വരെയുള്ള പ്രവർത്തകരുടെ പ്രതികരണം. അതിപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് CPIM നിലപാടിനെതിരെ CPI നിലപാടെടുക്കുമ്പോൾ അതെങ്ങനെ മുന്നണിയുടെ ബന്ധത്തെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് കാണാം. എന്തായാലും CPI-യുടെ നിലപാട് കൂടി നാളത്തെ യോഗത്തിൽ ചർച്ചയാകും.